തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഹരികുമാർ റിമാൻഡിലായി 14 ദിവസത്തേക്കായിരിക്കും റിമാൻഡ്. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ദേവേന്ദ്രനെ കൊലപ്പെടുത്തിയത് ഉൾവിളി കൊണ്ടെന്ന വിചിത്രമായ ഒരു മറുപടിയാണ് ഈ പ്രതി ഹരികുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അടിക്കടി മൊഴി മാറ്റുന്ന പ്രതിക്ക് മാനസിക പ്രശ്നം വല്ലതും ഉണ്ടോ എന്നും പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. പ്രതി ഹരികുമാർ ഈ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലമുള്ള ആളും കൂടിയാണ്. 5 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റുള്ള ആളാണ്. കുറച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയണതല്ല കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്തെ റൂറൽ SP എസ് സുദർശൻ സംസാരിക്കുകയായിരുന്നു. ഇദ്ദേഹം കുറച്ചു കാലമായി മാനസിക രോഗത്തിന് ചികിത്സ നടത്തുന്ന ആളാണെന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേസിൽ ഹരികുമാറും കുഞ്ഞിൻ്റെ മാതാവ് ശ്രീതുവുമായി അടുപ്പമുള്ള പൂജാരി പ്രദീപ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു. ഹരികുമാറിനെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. MG പ്രതീഷ് മറ്റു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പ്രതീഷ്, മറ്റു വിശദാംശങ്ങൾ. SKN 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി ഹരികുമാറിനെ റിമാൻഡ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് പ്രതിയെ എത്തിച്ചിട്ടുള്ളത്. വൈദ്യപരിശോധനയുടെ കൂടി ഭാഗമായാണ് ജയിൽ പെർഫോമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഈ പ്രതി ഹരികുമാറിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര സബ് ജയിലിലേക്കാണ് മാറ്റുന്നത്. ഇതിൽ ഇപ്പോഴും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പല അവ്യക്തതകളും നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതി ഹരികുമാർ ആണ് എന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്ത് എന്ന് പോലീസിന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ആ കാരണം തേടിയാണ് പോലീസ് കൂടുതൽ പരിശോധനയും തെളിവെടുപ്പും നടത്തുന്നത്. കാരണം ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കുടുംബത്തിൻ്റെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. നിരവധി വലിയ മണിക്കൂറുകളാണ് ഈ കുടുംബത്തെയും ഒപ്പം പ്രതിയെയും ചോദ്യം ചെയ്തത്. പക്ഷേ ചോദ്യം ചെയ്യുമ്പോഴും പ്രതി കൃത്യമായൊരു മൊഴി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാക്കുന്നില്ല എന്നതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം. ഇപ്പോൾ ഇന്ന് പോലീസിനോട് പ്രതി നൽകിയ മൊഴി ഒരു ഉൾവിളി തനിക്കുണ്ടായി എന്നും അതിനെ തുടർന്ന് കൊല്ലാൻ തോന്നി താൻ കൊന്നു എന്നതാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പലപ്പോഴും ഈ പ്രതി മൊഴി മാറ്റി പറയുന്നുണ്ട് എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഒരു സ്ഥിരത ഈ പ്രതിക്ക് ഇല്ല എന്നും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്, മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് പ്രതി ഹരികുമാർ എന്നും പോലീസ് പറയുന്നുണ്ട്. 6 വർഷത്തോളമായി പ്രതി ഇതിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നതാണ് കുടുംബത്തിൻ്റെയും പ്രതികരണം. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇനിയും ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. ആദ്യഘട്ടത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഒറ്റ പ്രതി മാത്രമാണ് ഈ കേസിലുള്ളത്. അത് ഈ മരിച്ച 2.5 വയസ്സുകാരിയുടെ അമ്മാവനായ ഹരികുമാറാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മയെ ചുറ്റിപ്പറ്റിയും നേരത്തെ പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ അതിലേക്കൊന്നും തന്നെ പോലീസ് ഇതുവരെയും കടന്നിട്ടില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. പക്ഷേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പ്രതിക്ക് കുഞ്ഞിൻ്റെ അമ്മയോട് കൂടുതൽ അമിത ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ താല്പര്യത്തിന് ഈ കുഞ്ഞ് എതിരായിരുന്നു. കുഞ്ഞ് അതിന് തടസ്സം നിന്നതിനെ തുടർന്ന് കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു എന്നതാണ് പോലീസ് നിലവിൽ പറയുന്ന കാര്യം. ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ വിവരശേഖരണം, തെളിവെടുപ്പ്, ഒപ്പം ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധന അടക്കം പോലീസിന് നടത്തേണ്ടതുണ്ട്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ചില ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അതാണ് നേരത്തെ SKN സൂചിപ്പിച്ചത്. ഒരു ജോത്സ്യനെ കസ്റ്റഡിയിൽ എടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ജോത്സ്യനുമായി ബന്ധപ്പെട്ട കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും തന്നെ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. പണം കൈമാറിയതിൻ്റെ ശാസ്ത്രീയ തെളിവുകളും ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതടക്കം ഇനി പരിശോധിക്കുമെന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. SKN.